ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ്. അത് നമ്മുടെ മുഖം നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ലൊരു ബ്രൈറ്റ്ന് കൊണ്ടുവരാനൊക്കെ ആയിട്ടും നല്ലൊരു നമ്മുടെ റിപ്പയറിങ് ചെയ്ത് എടുക്കുക. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു പാക്കിലാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമ്മളിത് ചെയ്യണത് കാപ്പിപ്പൊടിയിലാണ് കേട്ടോ. ഇത് നമ്മൾ എന്നോ പൊട്ടിച്ച ഒരു കാപ്പിപ്പൊടിയാണ്. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പൊട്ടിച്ച 2 ദിവസം കഴിഞ്ഞാൽ കട്ട പിടിക്കും അല്ലേ? അങ്ങനെ കട്ട പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യണ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു പാക്കറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല. അങ്ങനെ ബാക്കി വന്നാൽ ഒന്ന് ഗ്യാസിൻ്റെ അവിടെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ഈ പൊടിക്ക് യാതൊരു കട്ട പിടിക്കലോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പുതിയത് മേടിച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ. എന്താ ഇത് ഞാനിവിടെ നമുക്കിവിടെ സ്റ്റോക്കാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പാക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇവനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ കട്ട പിടിച്ചോന്ന് സംശയമായിട്ട് നോക്കിയപ്പോൾ ആൾ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിന് കാപ്പിപ്പൊടി വേണം. ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി, നൈസ് കാപ്പിപ്പൊടി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയുടെ മസാജ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിലേക്ക് ആവുമെന്നാണ്. നമ്മൾ അത്രയ്ക്ക് അധികം കോരിയൊന്നും വീത്തിലില്ല. നമ്മൾ കുറച്ചെടുത്തിട്ട് ആദ്യം മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മളൊരു മസാജ് കാര്യങ്ങളൊക്കെ കൊടുക്കണത്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ഉള്ളിലേക്ക് എന്തായാലും ആവില്ല കേട്ടോ. അത് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കേണ്ട. നല്ലൊരു ഗ്ലാസ് സ്കിൻ കൊണ്ടുവരാനായിട്ട് ആ വെളിച്ചെണ്ണ കൊണ്ട് മാത്രമായിട്ട് പറ്റും കേട്ടോ. അത് നമ്മളത് ചെയ്ത് ഇപ്പോൾ 2-3 ദിവസം അടുപ്പിച്ചായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു ഇനി വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഞാൻ 40 അമരാദി വെളിച്ചെണ്ണ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കളറും കൂടി ഒന്ന് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിൽ നമുക്ക് വെളിച്ചെണ്ണ വേണം, അതേപോലെ തന്നെ കാപ്പിപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇവിയോൺ ഗുളിക. നമ്മൾ തലയിലേക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഓരോ പാക്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇവിയോൺ ഗുളിക മുഖത്തേക്ക് വളരെ നല്ലതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്കിന്ന് റിപ്പയറിങ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുള്ള കാര്യം കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. നോക്കി കണ്ടൊക്കെ ഉപയോഗിച്ചാൽ മതി. വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കുറഞ്ഞ് വന്നു തുടങ്ങി. ഓണൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സമാധാനം ആവുമെന്ന് വിചാരിക്കാം അല്ലേ? ഞാൻ മുഖത്തേക്ക് മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലേക്കും കൂടി ചെയ്യണേ. ഇനി ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് അലോവേരയുടെ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ലതാണ്. ഞാൻ ചേർക്കണില്ല, നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇതാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഒരു ഗുളിക ഇവിയോണ്ട ഒരു ഗുളിക എടുക്കണുണ്ട്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടത്. അപ്പോൾ ഇതും കൂടി നമ്മൾ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്യാം. നമുക്ക് അലോവേരയുടെ ജെല്ലും ഇവിയോണ്ട ഗുളിയും തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തേക്ക് തേക്കായാലും നല്ല റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ. അതൊക്കെ നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്തേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു ചെപ്പിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വൈകുന്നേരങ്ങളിലൊക്കെ മുഖത്ത് തേച്ചിട്ട് കിടക്കാം. എന്നിട്ട് നേരം വെളുത്തിട്ട് കഴുകി കളഞ്ഞാൽ മതി. അത് തലയിലേക്കും നല്ലതാണ് കേട്ടോ. അലോവേരയുടെ ജെല്ലും ഇവിയോണ്ട ഗുളിയും തലയിലേക്കും അടിപൊളിയാണ്, മുഖത്തേക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തലയിലേക്കും തേക്കാം, മുഖത്തേക്കും തേക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഇളക്കി എടുത്തിട്ട് ഒരു ക്രീം പോലെയാവും. അപ്പോൾ അതാ പറഞ്ഞത്, വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുമ്പോൾ ആദ്യം ഇത്തിരി ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഇവിയോണ്ട ഗുളിയും കൂടി വരുമ്പോൾ വല്ലാതെ ഒലിക്കണ രീതിയിലേക്ക് ആക്കണ്ട. നമുക്കൊരു ക്രീം പരുവത്തിലേക്ക് നമുക്കിത് കിട്ടണ്ട കേട്ടോ. അപ്പോൾ നല്ലപോലെ ചാലിക്കണം. ചാലിച്ചതിന് ശേഷം നമുക്കത് മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. സിമ്പിളൊരു പാക്കാണ്. നമുക്കിതൊക്കെ ഇട്ടിട്ട് വീട്ടിലെ പണികളൊക്കെ എടുക്കുക. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊന്ന് കഴുകി കളഞ്ഞാൽ മതി. ഇനിയിപ്പോൾ ഇത്തിരി നേരം കൂടുതലിരുന്നുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് 20 മിനിറ്റ് ആയി ചോദിച്ചു ഞാൻ മറന്നൊന്നും വിചാരിക്കേണ്ട. അതിപ്പോൾ ഇത്തിരി നേരം കൂടുതലിരുന്നുകൊണ്ട് ഒരു കുഴപ്പം വരില്ല കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ തേച്ചിട്ട് ഒരു ചെറിയ രീതിയിലൊരു മസാജ് കൊടുക്കുക. മസാജ് കൊടുത്ത് ഒരു 20 മിനിറ്റ് ശേഷം കഴുകിയിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ട് കിട്ടണ ഒന്നാണ് കേട്ടോ. ഇത് നമ്മൾ മുഖം കഴുകി വന്നിട്ടോ. അപ്പം ഒരു സംശയം ഉണ്ടാവും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അതെങ്ങനെ മുഖത്തുനിന്ന് പോവാന്നുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ഒരു കുറച്ചെടുത്തിട്ടൊന്ന് മുഖം കഴുകുക കേട്ടോ. അപ്പം നമ്മുടെ ഒന്നാമത് തന്നെ നമ്മുടെ കഴുകി കഴിയുമ്പോൾ എത്ര കഴുകിയാലും നമ്മുടെ മുഖത്ത് ആ ഒരു ഗ്ലോ നിൽക്കും. അത് നിങ്ങളങ്ങനെ കഴുകി കളയൊന്നും വേണ്ട, അത് തന്നെ ഓട്ടോമാറ്റിക്കലി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മുഖം കഴുകി വന്നു. ഈ മുഖം കഴുകി വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അലോവേരയുടെ ജെല്ലുണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറ്റാർവാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മളൊന്ന് മുഖത്ത് ഇട്ട് കൊടുക്കുക. ഇത്രയ്ക്കേ വേണ്ടൂ കേട്ടോ. ഇത് നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ചതാണേ. ഒരു പ്രത്യേക ഒരു സ്മെല്ലും കൂടിയുണ്ട് ഇതിന്. അപ്പോൾ ഇത് നമ്മളൊന്ന് മുഖത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാക്ക് ഇപ്പോഴാണ് നമ്മുടെ പാക്കൊന്ന് ഫിനിഷിങ് ആവുക കേട്ടോ. ഇതൊക്കെ നമുക്ക് ഏത് പ്രായക്കാർക്കും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ കുട്ടികൾക്കൊക്കെ ചെയ്യാം. ഇതൊരു കുഴപ്പമില്ലാത്ത നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നങ്ങളും വരാത്തൊരു പാക്കുകളൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ പാക്കുകൾ. അപ്പം നിങ്ങൾ അതി വൈകി റിസൾട്ട് കിട്ടിയാലും ചെയ്യണ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. അടുത്തൊരു ഗുഡ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.